പരിശുദ്ധ പരമദിവ്യ കാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ലൂക്കാസ് സുവിശേഷത്തിലെ 8-ാം അധ്യായത്തിൽ 4 മുതൽ 15 വരെയുള്ള വചനങ്ങളിൽ വിതക്കാരൻ്റെ ഉപമയെക്കുറിച്ച് യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വിതക്കാരൻ വിത്തുമായി യാത്ര പുറപ്പെട്ടു. ചില വിത്തുകൾ വഴിയരികിൽ വീണു. അവ ആളുകൾ ചവിട്ടി മെതിക്കുകയും പറവകൾ വന്ന് കൊത്തിയെടുക്കുകയും ചെയ്തു. കർത്താവായ ഈശോയെ, ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ പലപ്പോഴും വഴിയരികായി മാറ്റിയിട്ടുണ്ട്. കാത്തു സംരക്ഷിക്കേണ്ട ജീവിതങ്ങളാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും എന്ന് തിരിച്ചറിവ് പലപ്പോഴും ഞങ്ങൾ മറന്നുപോയി. എൻ്റെ കർത്താവേ, അങ്ങനെ കടന്നു വരാൻ ഒട്ടും അർഹതയില്ലാത്തവരൊക്കെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് കടന്നു വരികയും ആ തിന്മകൾ അങ്ങ് ഞങ്ങളിൽ നിറച്ചു തന്ന പല കൃപകളും നന്മകളുമൊക്കെ കർത്താവെ തിന്മയാകുന്ന പറവകൾ വന്ന് കൊത്തിക്കൊണ്ടു പോവുകയും ചെയ്തു. എല്ലാം ഞങ്ങളുടെ തെറ്റ് തന്നെയാണ്. കാരണം ഞങ്ങളുടെ ജീവിതം പൊതിഞ്ഞ് സംരക്ഷിക്കേണ്ടതാണ് എന്ന് അങ്ങ് ഓർമ്മപ്പെടുത്തിയിട്ടും തിന്മയിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും പൊതിഞ്ഞ് സംരക്ഷിക്കണമെന്ന് ഈശോയെ അങ്ങ് ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടും പലപ്പോഴും ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങൾ വഴിയരികാക്കി ഞങ്ങൾ മാറ്റിയില്ലേ? വേലികെട്ടി സംരക്ഷിക്കുവാൻ മറന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് ഈശോയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവെ, ചില വിത്തുകൾ പാറപ്പുറത്ത് വീഴുകയാണ്. അവയ്ക്ക് നനവില്ലാത്തതിനാൽ വാടിപ്പോകുകയാണ്. പലപ്പോഴും ഞങ്ങളുടെയൊക്കെ ഹൃദയങ്ങളും പെരുമാറ്റങ്ങളുമൊക്കെ പാറപ്പുറം പോലെ ആവുകയാണ്. നനവില്ലാത്ത ഹൃദയങ്ങളായി ഞങ്ങളുടെ ജീവിതം മാറിപ്പോയി. ചില വിത്തുകൾ മുളച്ചു പൊങ്ങിയെങ്കിലും അവ മുൾച്ചെടികൾക്കുള്ളിലായിപ്പോയി. മുൾച്ചെടികൾ അവയെ ഞെരുക്കിക്കളയുകയാണ്. പലപ്പോഴും പലരും വളർന്നു വരാൻ സാധിക്കാത്ത വിധത്തിൽ ഞങ്ങൾ അവരെയൊക്കെ ഞങ്ങളുടെ വളരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് ഞെരുക്കിക്കളയുന്നവരാണ്. ഈശോയെ, വളരാൻ അനുവദിക്കാതെ, ജീവിക്കാൻ അനുവദിക്കാതെ കുറ്റാരോപണങ്ങളും പഴിചാരലുകളുമൊക്കെ ആയിട്ട് ഞങ്ങൾ പലപ്പോഴും പല ജീവിതങ്ങളെയും ഞെരുക്കിക്കളയുകയാണ്. ഈ രാത്രിയിൽ ഈശോയോട് മാപ്പ് ചോദിക്കാം. കർത്താവെ, ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ, നല്ല വിത്തുകളായി മാറുവാനുള്ള കൃപ നൽകണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ നല്ല വിത്തുകളായി മാറാൻ 30, 60, 100 മേനി ഫലം നൽകുന്ന നല്ല വിത്തുകളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ എന്ന്, നല്ല നിലങ്ങളാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയോട് നമ്മുടെ ഈ രാത്രിയെ സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ എന്നും മനസ്സിന് ശാന്തതയും സ്വസ്ഥതയും നൽകണമേ എന്ന് ഈ ദിവ്യകാരുണ്യ ഈശോയോട് പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്ത സ്നേഹമേ, ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, ഈ രാത്രിയിലെ ഉറക്കത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ശാന്തമായി ഉറങ്ങുവാനുള്ള കൃപ നൽകണമേ. ഈ വചനം
ആഴമായി ധ്യാനിച്ചു കൊണ്ടുറങ്ങുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ വഴിയരികാക്കാതിരിക്കുവാനും നനമുള്ള ഹൃദയങ്ങളാക്കി മാറ്റുവാനും ജീവിതത്തിൽ ആരെയും ഈ ദിവസത്തിൽ, കടന്നു വരുന്ന ദിവസത്തിൽ ഈശോയെ ഞെരുക്കിക്കളയാതിരിക്കുവാനുമുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നല്ല നിലങ്ങളാക്കി മാറ്റണമേ. ആമേൻ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.